ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു Watermelon സ്റ്റോറീസ്. ഇന്ന് എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. ലിറ്ററലി ഒരു 2 ആഴ്ചയായിട്ട് എൻ്റെ വലത്തെ കാലിലെ മുട്ടിന് ഭയങ്കര വേദന. മുട്ട് ഫുള്ളിൽ ഒരു സർട്ടൻ പോയിന്റിൽ. ഇത് എങ്ങനെ വന്നു എന്നറിയില്ല. കാരണം എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. അത് കഴിഞ്ഞ് വലിയ വേദന കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ എന്തുവാ, നമ്മൾ വർക്കൗട്ട് ചെയ്തു. നോർമലി പെയിൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്തു. ലെഗിനൊക്കെ വർക്കൗട്ട് ചെയ്തതിൻ്റെ ഇടയിൽ ഒരു വാക്കിംഗ് ലഞ്ചസ് ചെയ്തതിന് ശേഷം എനിക്ക് സിവിയർ പെയിൻ വരാൻ തുടങ്ങി. നടക്കുമ്പോഴും ആയാലും ശരി, ഇരിക്കുമ്പോൾ ഒന്ന് കുനിഞ്ഞൊരു സാധനം എനിക്ക് എടുക്കാൻ പറ്റാത്ത അത്രയും പെയിനായി. 2 വീക്സ് വെയിറ്റ് ചെയ്തു. ഉഴിച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ തന്നെ ഇരുന്ന് മാറുമായിരിക്കും. നോർമലി നമ്മൾ ഒരു ചെറിയൊരു വേദന വരുമ്പോഴേക്കും നേരെ അങ്ങനെ ആശുപത്രിയിൽ അങ്ങനെ പോവലില്ലല്ലോ. അപ്പോൾ അങ്ങനെ. പക്ഷേ ഇത് ഒരാഴ്ച കഴിഞ്ഞു, മാറുന്നില്ല. 1.5 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാനിവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയി. അവിടെ പോയപ്പോഴേക്കും ആദ്യം തന്നെ കുറേ മരുന്ന് തന്നു, സ്വാഭാവികം. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചത്തേക്ക് നിങ്ങൾ റീഹാബ് പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യൂ, മാറിക്കോളും. അല്ലെങ്കിൽ നമുക്ക് MRI എടുക്കാം, ഓപ്പറേഷൻ ചെയ്യാം. ഇത്രേ പറഞ്ഞുള്ളൂ. ഇരുന്നത് അത് 2 മിനിറ്റോ 3 മിനിറ്റോ കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വന്നു. പിന്നെ നമ്മളൊരു സെക്കൻഡ് ഒപ്പീനിയൻ പോലെ എൻ്റെ ഒരു സീനിയർ വഴി ഞാൻ അങ്ങനെ അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ പോയി. അവിടെയും സെയിം പരിപാടികളൊക്കെ തന്നെ. ഓരോന്നൊക്കെ ചെക്ക് ചെയ്തു. കുറച്ചും കൂടെ എക്സ്ട്രാ കാര്യങ്ങൾ പറഞ്ഞു തന്നു എന്നുള്ളതല്ലാതെ അവിടെയും MRI തന്നെ എടുക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ സഞ്ജുവിന് അറിയാവുന്ന ഒരു ഫിസിഷ്യനെ കാണാനായിട്ട് പോയി. പുള്ളിയുടെ അടുത്ത് പോയപ്പോഴാണ് പിന്നെയും അറ്റ്ലീസ്റ്റ് ഒന്ന് തിരിച്ചും ഒടിച്ചും മറിച്ചും ഒക്കെ ഒന്ന് നോക്കിയത് തന്നെ. അപ്പോഴാണ് പറഞ്ഞത് മുട്ടിങ്ങനെ തിരിയാൻ പാടില്ല, മുട്ടിങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിഗമെന്റിന്റെ ഇഷ്യൂ ആണ്. ഇത് മുട്ട് ഫുള്ളായിട്ട് തിരിയുന്നതുണ്ട്, ഹാഫായിട്ട് തിരിയുന്നതുണ്ട്, തിരിയാത്തതുണ്ട്. നോർമലി കാല് പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് കാലിങ്ങനെ വളയ്ക്കുമ്പം മുട്ട് തിരിയില്ല. എൻ്റെ പകുതി തിരിഞ്ഞു, പിന്നെ സ്റ്റക്കായി. അപ്പം എന്നോട് ഒരു പാർഷ്യൽ ലിഗമെന്റിന്റെ ഒരു ഇഷ്യൂ ആയിരിക്കും. സെയിം MRI നമുക്ക് നോക്കാം, എന്നാലേ കാര്യമുള്ളൂ. പക്ഷെ എല്ലാവരും MRI എടുത്ത് ഓപ്പറേഷൻ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് കൺസേൺ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ട. നമ്മളിപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവുകയാണ്, ആലുവ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. ഇനിയിപ്പോൾ അവിടെ പോയി നോക്കണം. അവിടെ പോയിട്ട് ഇനി എന്താകും, ഇനി അവിടുത്തെ ഡോക്ടർ എന്താ പറയുന്നത്, ഇനി MRI ആണെങ്കിൽ ഒക്കെ എടുക്കാം. ഗവൺമെൻറ് ആശുപത്രിയിലാകും. പിന്നെ നമ്മളെല്ലാം കൂടെ ചുമ്മാ അങ്ങനെയല്ലല്ലോ, എല്ലാത്തിനും മണിക്ക് വാല്യൂ ഉണ്ടല്ലോ. സോ പറയുമ്പോൾ തന്നെ പോയി ഇതിന് തന്നെ 2000 രൂപയുടെ അടുത്ത് വരും MRI. ശരിയാണ്, നമ്മൾ ആരോഗ്യം നോക്കുമ്പോൾ പൈസ നോക്കണ്ട. പക്ഷെ എന്നാലും എല്ലാ കാര്യത്തിലും കൂടി പോയി പൈസ നോക്കണ്ടെന്ന് പറഞ്ഞ് നടക്കാനും പറ്റത്തില്ല. അപ്പോൾ ഗവൺമെൻറ് ആശുപത്രിയിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാന്ന് കേട്ടു. പക്ഷെ ഡ്യൂറേഷൻ കൂടുതലാണെങ്കിൽ നമുക്ക് പ്രൈവറ്റ് തന്നെ ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഗവൺമെൻറ് ആശുപത്രിയിലും പോകണം, അല്ലെങ്കിൽ ആരോഗ്യാലയത്തിൽ പോകാമെന്നൊരു സജഷൻ ഉണ്ട്. സോ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങൾ 2 പേരും കൂടെ ആരോഗ്യാലയം, ഗവൺമെൻറ് ആശുപത്രി എല്ലാം ഒന്ന് പോകണം. അപ്പം ഇന്ന് ഓഫീസിൽ ലീവ് ഇട്ടിരിക്കുക. ബിക്കോസ് എനിക്ക് ലെഗ് ഒട്ടും പറ്റുന്നുണ്ടായില്ല. അപ്പോൾ ഒരു ലീവ് ഈ ലീവിൽ തന്നെ അങ്ങോട്ട് എല്ലാം റെഡിയാക്കി തീർത്ത് കഴിഞ്ഞാൽ അത് വെറുതെ ഇനി ലാഗ് അടുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളോട് പോകാൻ തീരുമാനിച്ചു. അപ്പം നമുക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മളിപ്പോ ഹോസ്പിറ്റലിലൊക്കെ എത്തി. മധു ആകെ ടെൻഷനിലാണ്. നോക്ക്, പാവം കൊച്ച് എന്ത് ചെയ്തിട്ടാണോ, എപ്പോഴും പ്രശ്നമാണ് പാവത്തിന്. പോയി നോക്കാം. ഹോസ്പിറ്റലിൽ കയറി മടുത്തു. ഇത് എല്ലാവർക്കും വന്ന സംഭവമാണ്. നീ അതിന് ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. എന്തോ വലിയ മാരക സുഖമുള്ള പോലെയാണ് ഞാനിപ്പോ കയറി ഇറങ്ങി നടക്കണം. എനിക്ക് അതോർത്തിട്ടാണ് ടെൻഷൻ. പോയി നോക്കാം. ഇനി ഇവിടെയും കൂടെ ഉള്ളു. ഇപ്പൊ എല്ലാം ട്രൈ ചെയ്തു. ഇംഗ്ലീഷ്, അത് ഇത് ഇനി പയറും കൂടെ ഉള്ളു. അതുകൊണ്ട് കഴിഞ്ഞാൽ എല്ലാം നമ്മൾ ഫില്ല് ചെയ്തു. അതെ, അല്ല എന്തായാലും കാര്യം നല്ല പെയിൻ ഉണ്ട് ഇപ്പൊ 2 ആഴ്ചയായിട്ടെ. അപ്പൊ നമ്മള് ഈ ഒരു MRI ഒക്കെ എടുത്തിട്ടൊന്ന് നോക്കട്ടെ. ഇനിയിപ്പോൾ അതിൻ്റെ റീഹാബൊക്കെ ആയിരിക്കും മെയിൻലി വേണ്ടി വരാം. അപ്പോൾ റീഹാബൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആവും. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ഇന്നില്ല. അതുകൊണ്ട് നല്ല സമയം എന്തായാലും നമ്മൾ അടുത്ത ആശുപത്രിയിൽ പോയി, ഗവൺമെന്റ് ആശുപത്രിയിൽ പോവാ. അവിടെ ഉള്ള നല്ല തിരക്കായിരിക്കും. ഇനി അവിടെയും പോവാം. അല്ല ഇനിയിപ്പോ ആലുവയിലുള്ള എല്ലാ ആശുപത്രിയിലും കയറി ഇറങ്ങി നടന്നതുകൊണ്ട് എനിക്കിപ്പോ ഒന്നും തോന്നുന്നു. അല്ല, നമുക്കൊന്ന് ആലുവ ഗവൺമെന്റ് ഹോസ്പിറ്റലും കൂടെ ഒന്ന് പോയി നോക്കിയിട്ട് നാളെ രാവിലെ ഇവിടുത്തെ ഒരു ഡോക്ടറുണ്ട്, മെയിൻ ഡോക്ടറാ. ആളുടെ പേര് തോമസ് ഐസക്കോ അങ്ങനെ എന്തോ. അപ്പൊ ആളൊന്ന് കാണിച്ചു നോക്കാന്ന് വിചാരിച്ചു. എന്നിട്ട് നമുക്ക് MRI സ്കാനൊക്കെ എടുത്തിട്ട് ബാക്കി ഫർദർ തിങ്സ് അപ്പം നോക്കാന്ന് വിചാരിച്ചിരിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഗവൺമെന്റ് ഹോസ്പിറ്റലില് വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ പാർക്കിംഗ് ഫീസ് കൊടുക്കണം. പാർക്കിംഗ് ഫീസ് മേടിച്ചോട്ടെ, പക്ഷെ അതല്ല. ഇപ്പോൾ
എനിക്ക് ഒരു അസുഖം വന്നു, ഓക്കെ, മാനേജബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് ഒന്ന് വണ്ടി നിർത്തി ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് പോവാന്ന് പറയുമ്പോൾ കുഴപ്പമില്ല. ഈ എമർജൻസി ഉള്ള ആൾക്കാരൊക്കെ വരുമ്പം ഈ കാറ് ഇവിടെ പാർക്ക് ചെയ്ത് ഫീസ് അടച്ച് ആ റെസിപ്റ്റ് കിട്ടിയതിന് ശേഷം മാത്രം പോയി വണ്ടി ഇവിടെ പാർക്കിങ്ങിന് സ്ഥലം ഉണ്ടോന്ന് പോലും ഞങ്ങൾക്ക് പറയത്തില്ല. എന്നിട്ട് പോയി പാർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ മര്യാദയാന്ന് എനിക്കറിയാം. പാസ് എടുത്തു പാർക്ക് ചെയ്യായിരിക്കും അല്ലേ. ഇതാണ് അവസ്ഥ. പൈസയും കൊടുത്ത് വന്നിട്ട് എന്നാ എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. ഇത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ തന്നെയല്ലേ, ഇവിടെ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള സർവീസ് ചെയ്യുന്നിടത്ത് ഇത് റെസിപ്റ്റ് എടുത്ത് ഇതായാലേ വണ്ടി കയറ്റത്തുള്ളൂ, പാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഒരു കമ്മിറ്റി ഉണ്ട്, ആ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത് ഇത്. എന്നാൽ പിന്നെ എനിക്ക് പ്രൈവറ്റ് ആശുപത്രി പോയാൽ പോരെ. അവിടെ ആണെങ്കിൽ ഇത് പാർക്കിംഗ് ഫീസ് പോലും ഇല്ല, ഇവിടെ അതിൻ്റെ ഉള്ളിൽ നിന്ന് മേടിക്കുന്നുണ്ടാവാം. ബട്ട് എനിവേസ് ആൾക്കാരെ കംഫർട്ടബിൾ ആക്കുന്നുണ്ടല്ലോ, എനിക്കറിയാൻ പാടില്ല. ഇപ്പോഴും വണ്ടി വരെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം പോലും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ മോർച്ചറിയുടെ മുമ്പിലാണ് ഇരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. നോക്ക്, മോർച്ചറി. പിന്നെ അതിൻ്റെ ഉള്ളിൽ പോയിരിക്കാം. കാല് വേദന എടുത്തിട്ടേ ഇത്ര പറഞ്ഞ എനിക്ക് എൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതിൻ്റെ ഇടയിൽ ഇവിടെ ഓരോരോ പരീക്ഷണങ്ങൾ. ലാസ്റ്റ് ഹോപ്പായിട്ടാണ് ഓക്കെ ഗവൺമെൻറ് ആശുപത്രിയിൽ വന്നാൽ ശരിയാവുന്ന ഓർത്താൽ ഇവിടെ ലാഗോട് ലാഗ് ആസ് യൂഷ്വൽ. അതുകൊണ്ട് തന്നെ പോകണ്ടെന്ന് വിചാരിച്ചത്. അപ്പോൾ നോക്കാം എന്താവും. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പ്രൈവറ്റ് തന്നെ ഓപ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇതിനൊക്കെ വരുമ്പോഴേക്കും സാധാരണ ആൾക്കാർക്കൊക്കെ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും, നല്ല ബുദ്ധിമുട്ടായിരിക്കും. എല്ലാവർക്കും എല്ലാം അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നുണ്ടോ? ഇല്ല. ഏതോ ഒരു മുക്കിക്കൊണ്ട് കാറിട്ടിട്ടുണ്ട് ഭ്രാന്ത്. ഇനിയിപ്പോ ഏത് പട്ടിക്കാട്ടിലൊക്കെ പോകേണ്ടതെന്ന് എനിക്കറിയില്ല. ഓഫീസ് എന്ന് പറഞ്ഞാൽ എതിരുണ്ട്, ഇവിടെ പോയി ചോദിച്ചു നോക്കട്ടെ. ഞാൻ ഒന്നും മനസ്സിലാവണോ ഇല്ല. ഇപ്പൊ അവളൊരു ഓഫീസിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതോ എനിക്ക് തോന്നണേ അങ്ങടല്ലടി, ആ വഴി തെറ്റിന്ന് തോന്നി. ഞങ്ങളിപ്പോൾ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി. സംഭവം എന്താണെന്ന് വെച്ചാൽ ഡോക്ടറില്ല. എന്നാ പറയണ്ടെന്ന് അറിയില്ല. അപ്പം എൻ്റെ കാലെനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഞാനിപ്പോൾ നടക്കുന്നു. ഈ എമർജൻസിക്കൊക്കെ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ ഡോക്ടറില്ല കേട്ടോ, അന്ന് ഞാൻ വേദന സഹിച്ച് അടുത്ത ദിവസം ഇരിക്കാം എന്നാരെങ്കിലും പറയുമോ? എനിക്കറിയാൻ പാടില്ല. വെറുതെ അല്ല എല്ലാവരും പ്രൈവറ്റ് ഓപ്റ്റ് ചെയ്യണേ. ബിക്കോസ് അവിടെ പൈസ കൂടുതലാണെങ്കിലും അവർക്ക് ആവശ്യമുള്ള ആൾക്കാരും ഫെസിലിറ്റിയും ഉണ്ടല്ലോ. നമ്മൾ വഴി തെറ്റിയെന്ന് തോന്നുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ അതും പാടാൻ കണ്ടുപിടിക്കാൻ. നടന്ന് ഊപ്പാടാളെങ്കിൽ പണ്ടടങ്ങും. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? ഇനിയിപ്പോൾ തിരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആരോഗ്യകേന്ദ്രത്തിൽ പോയപ്പോൾ അവിടെ ഡോക്ടർ വൈകുന്നേരം 6:30 ഉണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അവിടെ പോയി നോക്കണം. പിന്നെ കുഴപ്പമില്ല, ഓഫീസ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് നേരെ എനിക്ക് കയറാവുന്ന കേസേ ഉള്ളൂ. വേറെ 25 രൂപ പാർക്കിംഗ് കൊടുത്തിരുന്നു. ഒരു മണിക്കൂർ പോയിട്ട് ഒരു 10 മിനിറ്റ് ഇവിടെ നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നില്ല. പൈസയും പോയി, എല്ലാം പോയി. എന്ത് ചെയ്യാനാണ്? ഇതുകൊണ്ട് തന്നെയാണ് ആരും ഗവൺമെൻറ് ആശുപത്രി വരാത്തത്. എത്രയൊക്കെ നല്ല ഡോക്ടറാണെന്നോ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം ചികിത്സയ്ക്ക് ആരെങ്കിലും വേണം. ഒരു മനുഷ്യനില്ലെങ്കിൽ പിന്നെ ട്രസ്റ്റ് ചെയ്ത് എങ്ങനെ വരാൻ പറ്റും? എനിക്കറിയില്ല. ഇനി ഞാൻ വരുമെന്ന് തോന്നല്ല. ഇനി എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പൈസ പോയാലും പോട്ടെ, ഞാൻ വല്ല പ്രൈവറ്റ് ആശുപത്രിയിലും പോകുള്ളൂ. അറ്റ്ലീസ്റ്റ് ആരെങ്കിലും ഉണ്ടല്ലോ നോക്കാനെന്നുള്ളൊരു തോട്ടെങ്കിലും ഉണ്ട്. നമ്മൾ എന്ത് വിശ്വസിച്ച് വരാനാണ് ഇവിടേക്ക്? എനിക്കറിയാൻ പാടില്ല. പാർക്കിങ് എവിടെയാണെന്ന് അറിയാണ്ട് പാർക്കിങ് തപ്പി പോയിക്കൊണ്ടിരിക്കുക. അതെ, അവിടെ ഞങ്ങളുടെ കാറുണ്ട്. ഞങ്ങളിപ്പോൾ അതിന് പണിയൊന്നുമില്ല, വീട്ടിൽ പോവാം. ഇനിയിപ്പോൾ നാളെ ഹോസ്പിറ്റലിൽ, ഇനി ആരോഗ്യാലയത്തിൽ പോകണം. എവിടെയും കൂടെ പോയി കഴിഞ്ഞാൽ എന്താവും എന്നറിയാം. ജീവിതകാലം മൊത്തം വേദന വെച്ച് നടക്കണോ വേണ്ടയോ അപ്പം തീരുമാനിക്കാം. ഞങ്ങൾ തിരിച്ചു പോവാം. വെറുതെ ഉള്ള പൈസയും കൊടുത്ത് ബാക്കിയും കൊടുത്ത്. ഇതാണ് ഓപ്പി. നല്ല തിരക്കുണ്ട്. ശരിയാണ്, നമ്മൾ നേരത്തെ വന്ന് ബുക്ക് ചെയ്യണമായിരുന്നു, അതെടുക്കണമായിരുന്നു. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയാനാണെങ്കിൽ ഇവർക്ക് കുറേ ഉണ്ട്. എനിക്കതൊന്നും പ്രശ്നമില്ല. ശരി, 8 മണിക്കൊന്ന് ടോക്കൺ എടുക്കണമായിരുന്നു, ഓക്കെ, അൺപ്ലാൻഡ് ആയിരുന്നു സിറ്റുവേഷൻ, ഫൈൻ. പക്ഷേ ഇവിടെ ചില വാക്കുകളും ചില വേർഡ്സും കേൾക്കുമ്പോൾ ഈ എമർജൻസിക്ക് വന്നവരൊക്കെ ഇപ്പോൾ പൊട്ടരാ എന്നുള്ളൊരു തോട്ടായിരുന്നു എനിക്ക് ചില സിറ്റുവേഷനിൽ. ഇപ്പോൾ ഓക്കെ, ഡോക്ടറിനെ ടോക്കൺ എടുക്കണം, ഈ ആൾക്കാർ വന്നിരിക്കുന്ന കയ്യിനാണ്. ഐ ടോട്ടലി അഗ്രി. അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഞാൻ പ്രൈവറ്റ് ആശുപത്രി പോയാലും നേരത്തെ ബുക്ക് ചെയ്താലാണ് എനിക്ക് പ്രയോറിറ്റി ഉള്ളൂ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നേരത്തെ വന്നവർക്കുള്ള അതെല്ലാം അക്സെപ്റ്റബിൾ ആണ്. ഇത് ഡോക്ടർ ഇല്ല, ഒന്നാമത്തെ കേസ്.
അപ്പോൾ നമുക്ക് ആവശ്യം വന്നാൽ നമുക്ക് ആവശ്യത്തിനപ്പുറം ഒരാളില്ല. ഇതൊരു ഗവൺമെൻറ് ആശുപത്രിയാണെന്ന് ആലോചിക്കണം. ആരുമില്ല. ഇവരുടെ റൂൾസും റെഗുലേഷൻസും ഡോക്ടറിൻ്റെ ഒഴിവുകളും നോക്കിയിട്ട് പേഷ്യൻസ് അസുഖം ഉണ്ടാക്കിയും കൊണ്ട് വരുമൊന്നുമില്ലല്ലോ. അത് ഓർക്കുമ്പോൾ മാത്രം ഒരു ബാഡ്, നല്ല ബാഡ്. എനിക്ക് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ഞാനിനി വരില്ല. ഹോണസ്റ്റ്ലി ഞാൻ വരില്ല. ഞാൻ റെക്കമെൻഡ് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ ആരും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം എൻ്റെ കാലം അത്ര സിവിയർ പെയിൻ ആയിട്ട് ഇരിക്കുക. പോകുന്നവരൊക്കെ ലിഗമെൻറ്റ് ഇഷ്യൂ. അപ്പോൾ ലാസ്റ്റ് സ്റ്റോപ്പായിട്ടാണ് ഞാൻ ഗവൺമെൻറ് ആശുപത്രി വന്നത്. അതാവുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഹോസ്പിറ്റലിൽ നമുക്ക് ട്രസ്റ്റ് ചെയ്ത് പോകാമല്ലോ എന്ന് വിശ്വസിച്ച് വന്നതാണ്. ഒരു കാര്യം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അത് അവിടെ പറയണൊക്കെ ഇട്ട് പൈസ മുടക്കി ചെയ്താൽ മതിയായിരുന്നു. ഇപ്പോൾ വീട്ടിൽ പോവാം, ഇപ്പം നാളെ ആരോഗ്യത്തിൽ പോവാം. അപ്പം അറിയാം എന്താവും. ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു നൈട്രജൻ അടിക്കാൻ വേണ്ടി ഞങ്ങളിപ്പോൾ ഒരു MRF ടയേഴ്സ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഇപ്പം നൈട്രജൻ അടിയണം. കാറ്റല്ല കുറവാണ്. അന്ന പണിയൊന്നും നടന്നില്ല, ഈ പണിയെങ്കിലും നടക്കട്ടെ അല്ലേ. നൈട്രജൻ കറക്റ്റ് അടിച്ചു, ആളും ഉണ്ടായിരുന്നു. അതെ, അതിന് മാത്രം കറക്റ്റ് ആളെ കിട്ടി, എല്ലാം റെഡിയായി. നല്ല ദാഹമുണ്ട്. എനിക്ക് സഞ്ജു കരിമ്പ് ജ്യൂസ് മേടിച്ചില്ലെന്ന് പറഞ്ഞു. അല്ലേ സഞ്ജു? മധുവിന്റെ ഹോസ്പിറ്റലിൽ പോയതിന് മധു എനിക്കാ വാങ്ങി തരണ്ട. ഞാൻ വാങ്ങില്ല. എനിക്ക് സഞ്ജു, ഞാനാണ് രോഗി, ഞാനാണ് വയ്യാത്ത. അപ്പൊ എനിക്കാണ് സർവീസസ് വേണ്ടത്. ഇതിപ്പോ ഞാൻ അവിടെ സർവീസ് കൊടുക്കണം. എന്താ അവസ്ഥ നിങ്ങൾ ആലോചിക്കണേ. കാരണം വന്നിട്ട് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒന്ന് നടന്നു എന്ന് പറയാമല്ലോ. ഈ കാർ എടുത്ത് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? വണ്ടിയിൽ കാറ്റടിച്ചു, എന്തെങ്കിലും കുടിച്ചു, കഴിഞ്ഞു. ബാക്കിയൊക്കെ വെറുതെ പൂരം കണ്ട പോലെ വന്നു എന്ന് പറയണ്ടേ. അല്ലെങ്കിൽ ഉള്ള പെട്രോൾ വേസ്റ്റ് ആവൂലേ. ഞങ്ങളിപ്പോൾ എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ പോവാം. ഫൈനലി ഗൈസ് അങ്ങനെ ഹോസ്പിറ്റലിലും പോയി, എല്ലായിടത്തും പോയി, മൂഞ്ചി തെറ്റി. ലാസ്റ്റ് നമ്മുടെ ഫ്രണ്ടിൻ്റെ കടയായ ടേസ്റ്റ് ഓൺ ബേക്കേഴ്സിൽ വന്ന് 2 സോള സർവത്ത് കഴിക്കാൻ വന്നേക്കാം. പ്രൊമോഷൻ ആട്ടോ. നമ്മുടെ ഇന്നത്തെ സ്റ്റാർ കൂടി ഇരിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. പാവ കൊച്ചു. അത് എന്തായി വെയിലത്തും പോയി. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെയിലത്തല്ല നടന്നത്. കാറിലൊന്ന് ട്രാവൽ വയ്യാണ്ടായി. വീണ്ടും നടക്കുമ്പോ തന്നെ വയ്യാണ്ടോ. ശരി, എന്താ പറയാനുള്ള കുടിച്ച് വീട്ടിൽ പോവാം. ഇന്നത്തെ ദിവസത്തിന് തീരുമാനമായി. അതെ, ഹൗ വാസ് യുവർ ഡേ? വെരി പെർഫെക്റ്റ്. പ്ലാൻ ചെയ്ത എല്ലാം അങ്ങോട്ട് ക്ലിയർ ആയിട്ട് നടന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. എടീ, പ്ലാൻ ചെയ്ത് ഒരു കാര്യം നടന്നില്ലേ? കാറിൽ നൈട്രോജൻ അടിച്ചില്ലേ? അതെ, അത് മാത്രം നടന്നു. എന്താ നൈട്രജൻ? നൈട്രജൻ നടന്നില്ല. അതുപോലെ ഈ സർബത്ത് സഞ്ജു ആയിരിക്കും സ്പോൺസർ ചെയ്യുന്നത്. ഞാൻ ചെയ്തോളാം, നീ പേടിക്കണ്ട. നീ അങ്ങനെയെങ്കിലും നീ ഹാപ്പി ആവുമല്ലോ. ഇവിടെ ഇരുന്നിട്ട് പുറത്തത്തെ വെയിൽ കാണുമ്പോ കണ്ണിങ്ങനെ ചുരുങ്ങി പോകും. അതുകൊണ്ടല്ല കണ്ണടച്ചേക്കണേ. നമ്മളെ സർവത്തുണ്ട് വന്നു ഗൈസ് ഫൈനലി. ഫ്ലോട്ടിംഗ് അങ്ങനെ ഞങ്ങൾ സർബത്ത് കുടിച്ചു. ഞാൻ കിൻഡർ ജോയ് മേടിച്ചു. പിന്നെ ഇപ്പൊ ഞങ്ങള് തിരിച്ചു വീട്ടിലേക്ക് വന്നു. അപ്പോ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. കാരണം ഇത് കഴിഞ്ഞ് വലിയ പണിയൊന്നുമില്ല. പിന്നെ അത് കണ്ടക്ടൊക്കെ മാത്രമേ പോലും ഒന്നുമില്ല, ഇനിയിപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഇതേപോലത്തെ വീഡിയോസ് വരുന്നത് ഇനി തുടരെ ഇടുന്നതായിരിക്കും. വി വിൽ ബി കൺസിസ്റ്റന്റ്. അതെ, ഫോർ ഷുവർ. അപ്പോൾ എത്ര ഉള്ളപ്പോൾ ഇന്നത്തെ വീഡിയോ. ഹോപ്പിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന്. അതെ, അപ്പോൾ എന്താ പറയാ, ശരി. ഒന്നും പറയാനില്ല. ശരി, അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, ബൈ.